നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പുതുവർഷം വന്നിരിക്കുകയാണ്. അപൂർവങ്ങളായിട്ടുള്ള ചില ഗ്രഹയോഗങ്ങളുടെ സ്വാധീനം മൂലം പുതുവർഷത്തിലെ ആദ്യത്തെ 3 മാസം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഏതാനും നക്ഷത്രക്കാരെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം പറയുന്നത് ഇടവക്കൂറുകാർക്കാണ്. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാർക്ക് പുതുവർഷത്തിന്റെ ആദ്യ 3 മാസങ്ങളിൽ വളരെ ഗംഭീര നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ശുക്രന്റെ രാശിയാണ്. വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങളൊക്കെ ഇടവക്കൂറുകാർക്ക് അനുകൂലമാണ്. ജീവിതത്തിലെ പല പ്രതിസന്ധികളും ഇല്ലാതാകുന്ന മാസങ്ങളാണ്. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അകലുന്നതാണ്. സൗഹൃദങ്ങളൊക്കെ നിലനിർത്താനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ സാഹചര്യമുണ്ടാകും. പുതിയ പ്രണയ ബന്ധങ്ങൾക്കും സാഹചര്യമുണ്ട്. ജീവിതത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും കൈവരുന്നതാണ്. സാമ്പത്തിക ബാധ്യതകൾ ഉള്ളവർക്ക് അത് ഇല്ലാതാക്കാനും സാഹചര്യമുണ്ട്. അടുത്തത് മിഥുനക്കൂറുകാർക്കാണ് ഗുണങ്ങൾ ഉണ്ടാകുക. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ബുധന്റെ രാശിയാണ് മിഥുനം രാശി. പുതുവർഷത്തിന്റെ ആദ്യ 3 മാസങ്ങളിൽ നിരവധി നേട്ടങ്ങൾ മിഥുനക്കൂറുകാർക്കുണ്ടാകും. പ്രതിസന്ധികൾ പലതും തരണം ചെയ്യാനും സാധിക്കുന്നതാണ്. കൂടാതെ സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്ന മാസങ്ങളാണ്. പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ പുതിയ അവസരങ്ങളൊക്കെ തേടി വരുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതാണ്. പുതുവർഷത്തിലെ ആദ്യ 3 മാസങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന മറ്റൊരു രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ശനിയും വ്യാഴവും അത്ര അനുകൂലത്തിലല്ല. എന്നിരുന്നാലും മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ അനുകൂല സ്ഥിതി മൂലം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ആഗ്രഹിച്ച കാര്യങ്ങളിലേക്കൊക്കെ ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുന്ന മാസങ്ങളാണ്. സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള പല മാർഗങ്ങളും തുറന്നു വരുന്നതാണ്. ജീവിത നിലവാരവും മെച്ചപ്പെടുത്താൻ സാധിക്കും. ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള യോഗം ഈ 3 മാസത്തിൽ രൂപപ്പെടുന്നതാണ്. വിവാഹാലോചനയൊക്കെ നടത്തുന്ന ചിങ്ങക്കൂറുകാർക്കും അനുകൂല സമയമാണ്. പുതിയ തൊഴിലിൽ പ്രവേശിക്കാനും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സാധിക്കും. 2025 ആദ്യ 3 മാസങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന മറ്റൊരു രാശി തുലാം രാശിയാണ്. തുലാം രാശി ശുക്രന്റെ രാശിയാണ്. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കുന്നതാണ്. ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ ഇല്ലാതാകുന്നതാണ്. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുന്നതാണ്. ബിസിനസ്സിലൊക്കെ ശോഭിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ സാമ്പത്തിക പ്രതിസന്ധികൾ അകലുന്നതാണ്. പുതിയ തൊഴിലിലൊക്കെ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. കയ്യിൽ പണം വന്നു ചേരുന്നതാണ്. ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതാണ്. ആഗ്രഹിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കാൻ പുതുവർഷത്തിൽ സാധിക്കുന്നതാണ്. വിദേശവാസത്തിനും തുലാക്കൂറുകാർക്ക് യോഗമുണ്ടാകും. പുതുവർഷത്തിൽ ആദ്യത്തെ 3 മാസങ്ങളിൽ നേട്ടമുണ്ടാകുന്ന രാശിക്കാരിൽ അവസാനത്തെ രാശി ധനുരാശിയാണ്. ധനുക്കൂറിൽ വരുന്നത് മൂലം, പുരാടം, ഉത്രാടംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. വ്യാഴത്തിന്റെ രാശിയാണ് ധനുരാശി. സമ്പാദ്യം അനുകൂലമാകാനുള്ള സാഹചര്യങ്ങൾ ധനുക്കൂറുകാർക്ക് പുതുവർഷത്തിൽ ആദ്യത്തെ 3 മാസങ്ങളിൽ ഉണ്ടാകും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ്. പുതിയ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതൊക്കെ സാധിക്കുന്നതാണ്. കുടുംബാംഗങ്ങളുമായി നല്ല സ്നേഹബന്ധത്തിൽ നിലനിർത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഇല്ലാതാകുന്ന വർഷമാണ്. പുതുവർഷത്തിലെ ആദ്യത്തെ 3 മാസത്തിൽ 5 രാശിക്കാർക്കാണ് ഗംഭീരമായിട്ടുള്ള സമയം, നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഭാഗ്യമുണ്ടാകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.